ഒരിക്കലും കിട്ടില്ല എന്നുറപ്പുള്ള സ്നേഹത്തിന് വേണ്ടി നിങ്ങളുടെ സമയവും കാലവും നഷ്ടപ്പെടുത്തി കളയരുത്. ചില ആളുകൾ സ്നേഹം നടിച്ചു നിങ്ങളെ പറ്റിച്ചു പോകുന്നവരുണ്ട്. അത്തരക്കാരുടെ ചില ലക്ഷണങ്ങളാണ് ഇന്നിവിടെ പറയുന്നത്. ഇത്തരക്കാർ പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കാതെ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകും എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ ലക്ഷണം. പറഞ്ഞ വാക്കുകളിലൂടെ നിങ്ങൾക്ക് പല മോഹന വാഗ്ദാനങ്ങളും നൽകി വാക്കു പാലിക്കാതെ അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ വരെ കാര്യങ്ങളെ എത്തിക്കും. ഇക്കൂട്ടർ എല്ലാ പ്രവൃത്തികളും വിശ്വസ്തതയില്ലാതെയായിരിക്കും നിങ്ങളോട് ചെയ്യുന്നത്. ഇവരുടെ പ്രവൃത്തിയിൽ നിങ്ങൾക്ക് സംതൃപ്തി തോന്നുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക, ഇവർ നിങ്ങളെ പറ്റിക്കും. ഇവർ ഒന്നിലും ഉറച്ചു നിൽക്കില്ല. ഒരു ഉറച്ച തീരുമാനവും ഇവർക്കുണ്ടാകില്ല. ഇവർക്കാകെയുള്ള ഒരു തീരുമാനം നിങ്ങളെ പറ്റിക്കുക എന്നതായിരിക്കും. നിങ്ങൾക്കാവശ്യമുള്ള ഒരു ഉറച്ച തീരുമാനമെടുത്ത് നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ട ആവശ്യം അവർക്കില്ല എന്നതാണിതിൻ്റെ ചുരുക്കം. കാരണം അവർ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നില്ല. അവരുടെ ഉദ്ദേശം നടക്കണം, അല്ലെങ്കിൽ വെറും ഒരു ടൈം പാസ് മാത്രം. ഒരു കാര്യവും ഇവർ വ്യക്തമായി നിങ്ങളോട് പറയില്ല. ഇവരുടെ കാര്യങ്ങൾക്കെല്ലാം ഒരു രഹസ്യ സ്വഭാവമുണ്ടായിരിക്കും. ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് എന്താണ് നേടിയെടുക്കാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് മാത്രമായിരിക്കും ഇവരുടെ സംസാരം. ഹൃദയത്തിൽ നിന്നും നിങ്ങളെ സ്നേഹിക്കുന്ന തരത്തിലുള്ള ഒരു സംസാരമോ അല്ലെങ്കിൽ ഒരു ചേർന്നിരിക്കലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒന്നും ഉണ്ടാകില്ല. ഇവർ നിങ്ങളെ ഇങ്ങനെ കുറച്ചു നാളൊക്കെ കൊണ്ടു നടന്ന് പതിയെ പതിയെ അകലാൻ തുടങ്ങും. ഇതാണ് ഇവരുടെ മനസ്സിലുള്ളത്. അല്ലാതെ ശുദ്ധമായ സ്നേഹമല്ല ലക്ഷ്യം എന്ന് മനസ്സിലാക്കുക. ഇന്നുള്ള 99% സ്നേഹബന്ധങ്ങളിലും ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഒരു ആത്മാർത്ഥതയുമില്ല, ഒരു വിശ്വസ്തതയുമില്ല. ചില സ്ത്രീകൾ പുരുഷന്മാരുടെ ഇത്തരം കെണിയിലും ചില പുരുഷന്മാർ സ്ത്രീകളുടെ ഇത്തരം വലയിലും വീണു പോകുന്നു എന്നതാണ് കാര്യം. ഓർക്കുക, ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ടു പോവുക.